സെർച്ച് നടത്തി. രാവിലെ വന്നു, സെർച്ച് നടത്തി, വൈകുന്നേരം മടങ്ങിപ്പോയി. അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അബൌട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള എൻ്റെ അറിവിനെക്കുറിച്ച് ചോദിച്ചു, ആളുകളെക്കുറിച്ച് ചോദിച്ചു, എനിക്ക് കിട്ടിയ ഫീസിനെ കുറിച്ച് ചോദിച്ചു. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അക്കൗണ്ട് ഫ്രീസ് ചെയ്താ 1 ലക്ഷത്തോളം രൂപ ഫ്രീസ് ചെയ്തു. 1 ലക്ഷം വലിയുള്ള അക്കൗണ്ടിൽ എപ്പോഴും 1 ലക്ഷത്തിൽ താഴെയല്ലേ ഉള്ളൂ. അല്ലാതെ ഫ്രീസ് ചെയ്തെന്നുള്ളത് ശരിയാണോ? അറിയില്ല. അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ന്യൂസ് കിട്ടുന്നതാവോ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞില്ല. ചിലപ്പോൾ ഹിയറിങ്ങിന് വിളിക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റനെയർ ഉണ്ട്, അത് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എടുത്തു. സ്റ്റേറ്റ്മെന്റ് എന്നെ വായിച്ച് കേൾപ്പിച്ചു. എനിക്ക് കേസിനെ കുറിച്ച് അറിയാവുന്നതും കക്ഷികളെ കുറിച്ച് അറിയാവുന്നതും എനിക്ക് ഫീസ് കിട്ടിയതും ഫീസ് ഞാൻ ചിലവാക്കിയതും എല്ലാം വിശദീകരിച്ചു. അവർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കൊണ്ടുപോയി. ഏതോ ഒരു ഓഫീസറോട് ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ഇനി ഇവിടുത്തെ അയ്യോ വിളിക്കുമ്പോൾ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് ഫീസ് കിട്ടിയ 45 ലക്ഷം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത് അത്രയും ഫീസ് കിട്ടിയതിനെ കുറിച്ച് അവർ ഏതെങ്കിലും തരത്തിൽ ചോദിച്ചില്ലേ? ചോദിച്ചു, ആൻസർ ചെയ്തു. 45 അല്ല, 45 കൂടുതലുണ്ടായിരുന്നു. 47,04,500 രൂപയുണ്ട്. അതും 3 കമ്പനികളിൽ നിന്നാണ്. വക്കീൽ ഫീസിന് തന്നെ കിട്ടിയതാണ്? അതെ, 3 കമ്പനികളിൽ നിന്ന് കിട്ടിയതാണ്. 3 സ്ഥാപനങ്ങളുണ്ട്. 3 സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തെ ജോലിക്ക് കിട്ടിയതാണ്. അത് 47,04,500 രൂപയുണ്ട്. ആ 47,04,500 രൂപയ്ക്ക് ഞാൻ വിശദീകരണം കൊടുത്തു. നമ്മുടെ ഈ വിശദീകരണത്തിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? അത് പറയാൻ പറ്റൂല. കേസ് നിൽക്കണേല. അവർക്ക് സാറ്റിസ്ഫൈഡ് ആകാം, അല്ലാതിരിക്കാം. അതിനി വിളിച്ച് ക്വസ്റ്റനെയർ തന്ന് ആ ക്വസ്റ്റനെയറിന് ഞാൻ ആൻസർ ചെയ്ത് പിന്നെ ബാക്കി അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അവരെന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ടൊക്കെ ഈ 3 കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം കേസുകൾ നടത്തിയിട്ടുണ്ട്? കേസുകൾ 2 എണ്ണം പേഴ്സണലായിരുന്നു, 1 എണ്ണം കമ്പനിയുടെ കേസായിരുന്നു. 3 എണ്ണമാണ് നടത്തി. ഏകദേശം 1 എണ്ണം ജയിച്ചു, 1 എണ്ണം പകുതിക്ക് നിൽക്കുന്നു, മറ്റൊരെണ്ണം കംപ്ലീറ്റ് ആയി. 2 എണ്ണം ജയിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ തീർന്നിട്ടുണ്ട്. പക്ഷെ കേസുകളുടെ പൈസയല്ല ഇത്. 20ഓളം വലിയ കമ്പനികളുമായി അവർ ചെയ്ത ബിസിനസ്സിൻ്റെ എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്ത എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റുകളുടെ പൈസ. പിന്നെ 600-700 മണിക്കൂറുകൾക്കിടയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 700 മണിക്കൂറോളമായി കാണും, കണക്കും നോക്കണം. ഞാൻ അവർക്ക് വേണ്ടി എഗ്രിമെൻറ്റുകൾ റെഡിയാക്കാനും MOUs റെഡിയാക്കാനും വേണ്ടി എൻ്റെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് 6 മണി തൊട്ട് 10 മണി വരെയോ 11 മണി വരെയൊക്കെയാണ് ഞാൻ അവരുടെ ഓഫീസിൽ ഇരുന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ളത്. ആ എഗ്രിമെൻറ്റുകൾ ആയിരക്കണക്കിന് കേരളം മുഴുവനുണ്ട്. ഒരു ഡ്രാഫ്റ്റ് കൊടുത്താൽ 10 പ്രോജക്റ്റാണ്. ആ 10 പ്രോജക്റ്റിന് ഞാനൊരു ഡ്രാഫ്റ്റ് കൊടുത്താൽ അത് ആയിരക്കണക്കിന് എഗ്രിമെൻറ്റുകളായി കേരളം മുഴുവൻ പോവുകയാണ്. അതിൽ 75ലധികം NGOs ഉണ്ട്, കുറേ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കുറേ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട്. അത് ഒരുപാടുണ്ട്. എനിക്ക് തന്നെ എണ്ണം പറയാൻ പറ്റില്ല. അതിന് മാത്രം ഞാൻ തയ്യാറാക്കി കൊടുത്ത എഗ്രിമെൻറ്റുകളുടെ ഡ്രാഫ്റ്റുകൾ ഉപയോഗിച്ച് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളം മുഴുവനുണ്ട്. ഒരുവിധം എല്ലാ ഗുണഭോക്താക്കളുടെ കയ്യിലും കാണും, ഒരുവിധം എല്ലാ NGOസിൻ്റെ കയ്യിലും കാണും, ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ കാണും, സാമൂഹ്യ സംഘടനകളിൽ കാണും. അങ്ങനെ ധാരാളം പേരുടെ കയ്യിൽ ഇതുണ്ട്. പിന്നെ എനിക്കൊരു റീറ്റെയിനർ ഫീസ് ഫിക്സ് ചെയ്തിരുന്നു. മാസം 1 ലക്ഷം രൂപ വെച്ച് ഇവർക്ക് വേണ്ടി ഇത്രയും അധികം സമയം ഉപയോഗിച്ച് ഡിസ്കഷൻസ് ഇരിക്കുന്നതിന് ഒരു റീറ്റെയിനർ ഫീസ് ഫിക്സ് ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെതായ കണക്കുകളുണ്ട്, അതെല്ലാം എൻ്റെ ഡയറിയിലും ഉണ്ട്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, കൂടാതെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട അവരാവശ്യപ്പെട്ട എന്തെങ്കിലും പേപ്പേഴ്സ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് ഹൈക്കോടതി കൊടുക്കാൻ വേണ്ടി അത് പച്ചമഷിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ വക്കീലിനെ കണ്ട് അത് കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയലാക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഓഫീസുകൾ റെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരേ ദിവസം തന്നെയാണ് ഇവിടെയും റെയ്ഡ് വന്നിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? എന്തു പറയാൻ? ഇത്രയും ഈ അഗ്രിമെന്റുകൾ തയ്യാറാക്കുക അല്ലെങ്കിൽ റിട്ടേൺ
ഫോട്ടോഗ്രാഫി എല്ലാം വാങ്ങുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരു തട്ടിപ്പിലേക്കാണ്, അങ്ങനെ ഒരു വലിയ തട്ടിപ്പിന്റെ യാതൊരു സൂചന ലഭിച്ചില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇവർക്ക് പാളിച്ച വന്നു എന്ന് ഞാൻ അറിയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു, ഒക്ടോബർ 5-ാം തീയതി വൈകിട്ട് ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ 1.5 മണിക്കൂർ ഇരുന്ന് ഇവരുടെ അക്കൗണ്ട്സ് എല്ലാം കാണിച്ചു തന്നിട്ട് ഇതിൽ CSR ഫണ്ട് വന്നിട്ടില്ല എന്ന് എന്നോട് പറയുമ്പോൾ എനിക്കിതിലെ അപകടം മനസ്സിലായിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ CSR ഫണ്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ ഗോകുലത്തിൽ 3 ദിവസം നടന്ന ആ ക്യാമ്പ് അത് വിജയിച്ചിരുന്നുവെങ്കിൽ 50ഓളം NGOs 25ഓളം NGOs നാഷണൽ NGO കോൺഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്തവർക്ക് CSR ഫണ്ട് കിട്ടിയ ചരിത്രമുണ്ട്. ദേ ആർ എലിജിബിൾ. അവരും അല്ലാത്തവരും പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഏപ്രിൽ മാസത്തിലാണ് AICC അംഗം ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ലാലി വിൻസെന്റ്. താൻ വാങ്ങിയിട്ടുള്ള പണത്തിനെല്ലാം കൃത്യമായ കണക്കുണ്ട്. അത് താൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമാണ്, നൽകിയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കിയതിനുള്ള പ്രതിഫലമാണ്. അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലും പണം വാങ്ങിയിട്ടില്ല. അതിൻ്റെ വിശദമായ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് EDക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. ഇനി ഒരു ക്വസ്റ്റ്യനെയറിന് കൂടി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കയ്യിൽ വാങ്ങിയ പണത്തിന് മുഴുവൻ കണക്കുണ്ടെന്നും പകുതിയിലെ തട്ടിപ്പ് കേസിൽ താൻ മറ്റൊരു തരത്തിലും പണം വാങ്ങിയിട്ടില്ല എന്നും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ലാലി വിൻസെൻ്റ്. ലാലി വിൻസെൻ്റിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കേട്ടത്.